സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിനോട് ഹല്ലേലൂയ ഒരു ചോദ്യം. മനുഷ്യപുത്ര, മരങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളി, മരങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിക്ക് എന്തെങ്കിലും വിശേഷത ഉണ്ടോ? അതിൽ നിന്ന് ആല്യാസോദരം ഒരു ചെമ്പരത്തി വൃക്ഷമായാൽ പോലും നമുക്ക് ആണിയെടുക്കാം, നമുക്ക് കുഞ്ഞുങ്ങളെ തല്ലാനുള്ള വടിയെടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഇതിൽ നിന്ന് ഒരു ആണി എടുക്കേണ്ട ബലം പോലും എന്തില്ല, ഈ മുന്തിരിക്ക് വള്ളിക്ക് ഇല്ല. പിന്നെ എന്തിനാണ് ഈ മുന്തിരിയെ നിങ്ങൾ സവിശേഷതയുള്ളത് എന്ന് പറഞ്ഞ്, ഈ മുന്തിരി എന്ത് കൊണ്ടാണ് നിങ്ങൾ ഈ മുന്തിരിയെ ഉയർത്തുന്നത്? ഇതാണ് ചോദ്യം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മുന്തിരിക്ക് എന്ത് സവിശേഷതയുണ്ട്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യമ്പോൾ ശലോമോൻ പറയുന്നു, ഈ മുന്തിരിയുടെ കീഴിൽ ഒരുത്തൻ വന്നാൽ അവൻ നിർഭയം വസിക്കും. ഒന്ന് വായിച്ചേ. അല്ല, ഇസ്രായേലിലുള്ളവരും യഹൂദയിലുള്ളവരും നിർഭയം വസിക്കണമെങ്കിൽ എവിടെ വരണം? മുന്തിരിവള്ളിയുടെ കീഴിൽ വരണം. ഒരു ശത്രു ഭയമില്ലാതെ വസിക്കണമെങ്കിൽ മുന്തിരിവള്ളിയുടെ കീഴിൽ വരണം. ഈ മുന്തിരിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം? മുന്തിരിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം? മുന്തിരിയുടെ ചാറ് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ രക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്തു? അനേകരുടെ പാപമോചനത്തിന് വേണ്ടിയായി പുതിയ നിയമത്തിൽ എൻ്റെ നിയമത്തിൻ്റെ രക്തമാക്കി ദൈവം തന്നത് മുന്തിരിച്ചാറാണ്. ഇനി അടുത്ത് ഹല്ലേലൂയ. ശൂനംകാരത്തി പറയുന്നു, ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു, അതുകൊണ്ട് മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയ അടകൊതന്ന് എന്നെ 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 ശക്തീകരിപ്പീൻ. അല്ലേ? 2:15. ഹല്ലേലൂയ. അപ്പൊ ഈ മുന്തിരിയിൽ നിന്ന് ഒന്ന് മറുവിലയായിട്ട് നിയമം ചെയ്ത് രക്തമാക്കി കൊടുക്കാൻ കഴിയും. 2, ശക്തിയില്ലാത്തവന് മുന്തിരിയട കൊടുത്ത് ശക്തീകരിപ്പാൻ കഴിയും. 3, ദാവീദ് ഹോമയാഗം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തിനായിട്ട് കൊടുത്തത് ഹോമയാഗം കഴിഞ്ഞ് പോകുന്നവന് മുന്തിരി അടയാ. ഇപ്പം മുന്തിരിയിൽ നിന്ന് 3 സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അത് 1 സന്തോഷത്തിന്, 2 ശക്തീകരിക്കാൻ, 3 മറുവില. ഇത് കൊടുക്കാൻ കഴിയുന്ന ഒരു ചെടിയും ഒരു ഫലവും ഭൂമിയിൽ ഇന്ന് വരെ ഇല്ല. ഇത് കൊടുക്കാൻ കഴിയുന്ന ഒരു ചെടിയും ഭൂമിക്കകത്ത് ഇന്ന് വരെ സൃഷ്ടിക്കുക. ഏതെങ്കിലും ഒരു ചെടിയെ വളർത്തിയാൽ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു കാര്യം. പക്ഷേ ഇത് 3 കാര്യം എന്ത് ചെയ്യുന്നു? ചെയ്യാൻ കഴിയുന്നതോ. ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് വരാം. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും. ഈ മുന്തിരി വള്ളിയാകുന്ന വള്ളിയോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. 4-ാം വാക്യം
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മുന്തിരിവള്ളിയിൽ നിങ്ങൾ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. അപ്പോൾ തായ്തടിയിലുള്ള കൊമ്പ് ആരാണ്? പറ. തായ്തടിയിലുള്ള കൊമ്പ് ആരാണ്? നമ്മൾ. മുന്തിരിവള്ളി ഈ കൊമ്പിനെ പൊതിയും. ഈ വള്ളി ഈ കൊമ്പിനെ പൊതിയും. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ മുന്തിരിവള്ളി കൊമ്പിനെ എന്തിനു പൊതിയണം? ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യമായിരിക്കും. കൊലോസ്യർ 3-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യം. ഒന്ന്, കൊമ്പേ, എന്നെ വിട്ടിട്ട് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ചിന്ത മുഴുവനും ഉയരത്തിലുള്ളതായിരിക്കണം. നിങ്ങളുടെ ചിന്ത മുഴുവനും ഉയരത്തിലുള്ളതായിരിക്കണം. അടുത്ത, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഒന്ന്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. 2, ഉയരത്തിലുള്ളതിനെ കൊമ്പിനെ പൊതിഞ്ഞു വച്ചിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്? വേറൊന്നും ചിന്തിക്കരുത്, വേറൊന്നും അന്വേഷിക്കരുത്. പൊതിഞ്ഞു. അടുത്ത്, നമ്മളിപ്പോ എങ്ങനെ മറിഞ്ഞിരിക്കണം എന്നാണ്. അപ്പൊ കൊമ്പിലെ മുന്തിരിവള്ളി പതിഞ്ഞാൽ കൊമ്പ് ആരിൽ മറയും? മുന്തിരിവള്ളിയിൽ ഈ കൊമ്പ് മറയും. പിടികിട്ടിയ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൽ മറയുന്നത് പോലെ ഈ കൊമ്പ് മുന്തിരിവള്ളിയാൽ മറയപ്പെടും. ഈ മുന്തിരിവള്ളിയാൽ കൊമ്പ് മറയപ്പെട്ടാൽ, മോശയെ വിളിക്കുമ്പോഴും പൗലൂസിനെ വിളിക്കുമ്പോഴും ദൈവം പറഞ്ഞ 2 കാര്യങ്ങൾ, ഒരേ കാര്യം 2 പേരെ കുറിച്ചും പറഞ്ഞു. എന്ത് കാര്യം പറഞ്ഞു? മോശയെ വിളിച്ചപ്പോഴും പൗലൂസിനെ ദൈവം വിളിച്ചപ്പോഴും 2 പേരെടുത്ത് ഒരേ കാര്യം പറഞ്ഞു. എന്ത് കാര്യം പറഞ്ഞു? രണ്ടുപേരെ കൊണ്ട് ഒരേ കാര്യം ചെയ്യിച്ചു. സാക്ഷിയാ. പുറപ്പാട് പുസ്തകം 9:16 വേഗത്തിൽ വായിച്ചോ. നമുക്കിതിന്റെ ഭാഗം അടുത്ത ആഴ്ചയും തുടരാം, അല്ലാതെ നടക്കൂല. അപ്പൊ മോശ വിളിച്ചത് എന്തിനാണ്? ദൈവത്തിന്റെ ശക്തി ഫറവോന്റെ മുമ്പിൽ കാണിക്കാൻ. എന്നിട്ട് ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. പിടികിട്ടിയ? എടാ, മുന്തിരിവള്ളിക്കൊരു ശക്തിയില്ല, പക്ഷെ മുന്തിരിവള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ദൈവീകത്വത്തിന്റെ ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടണം. നിന്നിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ ഈ കൊമ്പ് മുന്തിരിവള്ളിയാൽ മറയപ്പെടണം. മോശയോട് പറഞ്ഞു, എന്റെ ശക്തി നിന്നിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തും. മോശയിൽ കൂടെ ആദ്യം വെളിപ്പെടുത്തിയ ശക്തി ചെങ്കടലിന്റെ മുമ്പിൽ ഇല്ലേ? ചെങ്കടലിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? മോശയുടെ ജനം എന്ത് ചെയ്യുകയാണ്? കരയുകയാണ് അല്ലേ? 14. ഹല്ലേലൂയ, സ്തോത്രം.
കരയുന്ന ജനത്തിൻ്റെ മുമ്പിൽ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. അത് വായിച്ചോ. 16 നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്ന മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. വാടിയെടുത്ത് നീ ചെങ്കടലിന്റെ നേരെ വിഭാഗിക്കാൻ പറഞ്ഞു, നീട്ടിയാ മതി. പക്ഷെ ദൈവം ചെയ്ത 3 കാര്യങ്ങൾ ഞാൻ യെശയ്യാവിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മോശ വടി നീട്ടിയതേ ഉള്ളൂ. കടലിനെ വിഭജിച്ചതിനെ കുറിച്ച് 9 സ്ഥലത്ത് 9 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 3 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് യെശയ്യാവിൽ 3 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാടിൽ 2 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ക്രിസ്തുവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന 1ാമത് ദൈവം മോശ കൈ നീട്ടിയപ്പോൾ ചെയ്തത് 11 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിച്ചോ. നോക്ക്, എന്ത് ചെയ്തു ദൈവം? മോശ കൈ വാങ്ങിയതേ ഉള്ളൂ, പക്ഷെ ദൈവം അടിച്ചു. നിനക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന നാവിനെ ദൈവം അടിച്ചു. മുന്തിരിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന രാപ്പകൽ ദൈവമക്കൾക്ക് വിരോധമായി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സാത്താനെ ദൈവം തള്ളിയിട്ടു എന്ന്. നീ നീട്ടിയാ മതി, പ്രവർത്തിക്കുന്നവൻ ദൈവം. നീ വടി നീട്ടിയാ മാത്രം മതി. ഈ മുന്തിരി പരസ്യമായിട്ട് വരില്ല, നിനക്ക് വേണ്ടി രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത 51-ന്റെ 9-ാം വാക്യം വരെ. സ്തോത്രം. രഗബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിച്ച് കളഞ്ഞു. മഹാസർപ്പത്തെ എന്ത് ചെയ്ത് കളഞ്ഞു? കുത്തിച്ച് കളഞ്ഞു. ദൈവമക്കളുടെ മക്കളെ എടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ വിഴുങ്ങാൻ വേണ്ടി ഇവ എന്ത് ചെയ്തിരുന്നു? വാ തുറന്ന് നിന്ന സർപ്പം. ഈ സർപ്പത്തെ ദൈവം എന്ത് ചെയ്തു? വെട്ടി. നിന്റെ തലമുറകൾക്ക് നേരെ വാട കോരിക്കൊണ്ട് നിന്റെ തലമുറകളെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ തലമുറകൾ നിനക്ക് ഗുണം വരില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ വെട്ടാൻ ഈ മുന്തിരിക്ക് കഴിയും. അവന്റെ മുമ്പിൽ നീ ഒന്ന് ഉണർന്നാ മതി. അവന്റെ മുമ്പിൽ നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലായോ? നീ ഈ മുന്തിരിയുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞാ മതി. നിനക്ക് മീതെ ജാഗരിക്കുന്ന ഒരു ശക്തി ഈ മുന്തിരിക്കുണ്ട്. 63:12 ആയിരേ. കണ്ട, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ കൈയുടെ മീതെ വരുവാറാക്കിയെന്ന. പ്രിയ ദൈവമക്കളെ, ഒരു രോഗിയുടെ മേലെ കൈവയ്ക്കുമ്പോൾ ഈ കൈ വെറും അഴുക്ക് പിടിച്ചത്. ഇതിലൊന്ന് ഒരു മുറിവ് വന്ന പുഴുത്ത് നാറുന്ന കൈ ആണോ? അല്ലേ? പക്ഷെ ഈ കരത്തിന്റെ മീതെ ഒരു കരം വന്നു വീഴും. ഇതിനു വേണ്ടിയാ എന്നെ നിർത്തിയത്. ഇതിനു വേണ്ടിയാ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം നിർത്തിയിരിക്കുന്നത്.
മഹത്വമുള്ള കരം അതിൻ്റെ മീതെ വന്നപ്പോൾ നീ നിലവിളിക്കുന്ന വിഷയം രണ്ടായി പിളർന്നു. ആ മഹത്വമുള്ള കര ഇറങ്ങുന്നത് വരെയാണ് നിന്റെ കണ്ണുനീര്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ കരയേണ്ട കാര്യം ഇല്ല. അത് ഇറങ്ങണം. അടുത്ത ഭാഗം കൂടെ വായിച്ച സിസ്റ്റർ. അവരുടെ മുമ്പിൽ എന്തിന്? ശാശ്വത നാമ. നമ്മൾ പല രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ എടുത്ത് പ്രാർത്ഥിക്കുന്ന വചനമല്ലേ ഇന്ന് കണ്ട മിസ്രൈമിനെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെ കരമാണ് കാണാതാക്കിയതെന്ന്, ആരാണ് അവിടെ വെട്ടിയതെന്ന്, ആരാണ് അവിടെ അടിച്ചതെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി രണ്ട്, നമ്മളെ പൗലൂസിനോട് ദൈവം പറഞ്ഞു, മുന്തിരിയിൽ പറ്റി വസിച്ച 7 അനുഗ്രഹങ്ങളുണ്ട്. അത് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ പൗലൂസിനെ വിളിച്ചതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ആർക്കെങ്കിലും പഠിച്ച് പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ആഴ്ച മുന്തിരി കൊമ്പിനെ പൊതിഞ്ഞാൽ 7 അനുഗ്രഹങ്ങൾ ധൈര്യമായിട്ട് വന്ന് നിന്ന് പാസ്റ്റർ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരും. എന്ത്? അത് പറഞ്ഞപ്പോൾ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന എല്ലാവരും താഴോട്ട് നോക്കി. പോട്ടെ, മൗന സമ്മതം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പൗലൂസിനോട് പറഞ്ഞത് റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. നോക്കണമേ, ദൈവത്തിൻ്റെ കോപം കാണിക്കണം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം. അതിനുവേണ്ടി കരുണാപാത്രമായ നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ് ദൈവം? തന്നെ ഒന്ന് ഉറച്ചായിരുന്നു. തൻ്റെ തേജസ് വെളിപ്പെടുത്തുവാനായിട്ട് ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ നമ്മളെ എന്ത് ചെയ്തിരിക്കണം? എന്തിനാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ കോപം കാണിക്കണം, ദൈവത്തിൻ്റെ ശക്തി തെളിയിക്കണം, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തണം. അപ്പൊ ഇതിനു വേണ്ടിയാണ് പഴയ നിയമത്തിൽ മോശയെ വിളിച്ചു, പുതിയ നിയമത്തിൽ ആരെ വിളിച്ചു? പൗലൂസിനെ വിളിച്ചു. പൗലൂസിനെ വിളിച്ച് നമുക്കറിയാം, ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ലുദിയയുടെ ഹൃദയം തുറന്നു. യജമാന്മാർക്ക് അവളെ ലാഭം പോകുന്നു എന്ന് കണ്ടിട്ട് പൗലൂസിനെ ചന്തസ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു? അടിച്ചു, കോലുകൊണ്ട് ദണ്ഡിപ്പിച്ചു, വസ്ത്രമുരിഞ്ഞ കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിലാക്കുമ്പോൾ നമ്മളെല്ലാം ആണെങ്കിൽ നിരാശ പിടിച്ചെന്ത് ചെയ്യും? ഉണ്ടായിരുന്ന വീടും വിട്ട്, ഉണ്ടായിരുന്ന നന്മകളും വിട്ട്, കുടുംബ ശ്രേയസ്സും വിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഉണ്ടായിരുന്ന സകല മഹത്വങ്ങളും വിട്ട് ഇറങ്ങി വന്ന എനിക്ക് കാരാഗ്രഹമോ എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ഭാരപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നലെ ഇരുന്ന് വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, വചനം എവിടെ കിടക്കുന്നു? വചനം എവിടെ കിടക്കും? വചനം എവിടെ കിടക്കും? കട്ടകളുടെ ഇടയിൽ കിടക്കുന്നു. അപ്പം ഹല്ലേലൂയ സ്തോത്രം, കട്ട പിടിച്ചിരിക്കുകയല്ലേ ജനത്തിൻ്റെ ഹൃദയം. അങ്ങനെ കട്ട പിടിച്ച് വചനം കിടക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ സ്തോത്രം, പാറയെ പിളർക്കുന്ന ചുറ്റികയല്ലേ വചനം. ഈ വചനം എടുത്ത് 2 വേട്ട് ഇവർക്കങ്ങ് വെട്ടിക്കൊടുക്കാമെന്ന് ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എടാ മക്കളെ, അങ്ങനെ അല്ല, നിൻ്റെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത. ഞാൻ ചോദിച്ചാൽ, കർത്താവെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ ഇന്നലെ 4 വട്ടം അഴിച്ചു കേട്ടാ പ്രാർത്ഥിക്കുക, സത്യമായിട്ട് അഴിച്ചാൽ. ഞാൻ ചോദിച്ചത്, എന്ത് കർത്താവെ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അഭ്യാസം പഠിപ്പിച്ചു, വേഗം പഠിപ്പിച്ചു, എത്തി പഠിപ്പിച്ചു. ഞാൻ കണ്ടിരിക്കുന്നു 4 സബ്ജക്റ്റുകൾ ദൈവം എന്നെ പഠിപ്പിച്ചു.
എന്തൊക്കെ പഠിപ്പിച്ചു? അഭ്യാസം പഠിപ്പിച്ചു, എത്തിയത് പഠിപ്പിച്ചു, വേഗം പഠിപ്പിച്ചു, ഞാൻ കണ്ടത് പഠിപ്പിച്ചു. ഒന്നാമത് ദൈവം കണ്ടത് എന്താണ്? ലാബാൻ യാക്കോബിനോട് നിന്നോട് ചെയ്തത് മുഴുവനും ഞാൻ ഇങ്ങനെ 9 കാര്യങ്ങളെ എന്നെ പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അതിന് എഴിക്കണമെന്നേ. രാത്രി അതോ മാട് കിടക്കുമ്പോൾ അയവിറക്കിക്കൊണ്ട് കിടക്കാതെ നീ എഴിച്ചാൽ ദൈവം നിന്നെയും പഠിപ്പിക്കും. അപ്പൊ ദൈവം പറഞ്ഞു, മക്കളെ അങ്ങനെ അല്ലടാ വചനം. നീ ഇപ്പം എടുത്ത് കട്ടയെ നിന്റെ ചുറ്റിക കൊണ്ട് ഒറ്റ അടിച്ചാൽ കട്ട പിളരും, അടിയിൽ കിടക്കണ വിത്തും കൂടെ ചതഞ്ഞു പോകും. എന്തു ചെയ്യും? വിത്ത് പിന്നെ ആ വിത്ത് എന്ത് ചെയ്യില്ല? ഒരു കാലവും പൊടിക്കില്ല, ചതഞ്ഞു പോയി. മക്കളെ, കട്ടയെ ഉടയ്ക്കാൻ നീ നിൽക്കണ്ട. പിന്നെ കട്ട എങ്ങനെ ഉടയും? അപ്പച്ച ഈ കട്ടകൾ എൻ്റെ മുമ്പിൽ കുറേ കട്ടകൾ ഇരിക്കണം. അപ്പച്ച എങ്ങനെ ഉടയും? മനസ്സിലായില്ലേ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പച്ച ഈ കട്ടകളെ ഞാൻ എങ്ങനെ ഉടയ്ക്കണം? അപ്പോഴേ എൻ്റെ ദൈവം പറഞ്ഞു, മക്കളെ, ഈ കട്ട ഉടയ്ക്കാൻ വെള്ളം വീഴുന്നാൽ മതിയടാ, അത് അലിയൂടാ. ഈ കട്ട എന്തു ചെയ്യും? നീ ഉടയ്ക്കാനായിട്ട് ചിറ്റിയെടുത്ത് വെട്ടണ്ടടാ, ചിറ്റിയെടുത്ത് അടിക്കണ്ടടാ, നീ കരഞ്ഞാൽ മതിയടാ. നിന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ ഈ കട്ട എന്ത് ചെയ്തിരിക്കും? കൊവുത്ത് തരാമെന്ന. അപ്പം കട്ട മാറും, വിത്ത് പിടികിട്ടിയ. അപ്പം ഇന്നലെ തൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെയൊക്കെ അടി കിട്ടാതെയൊക്കെ പഠിച്ചോ. ഞാൻ കരയും, അത്യാവശ്യം കരയും, രാത്രി കഴിച്ചിരുന്ന് കരയും. ഈ കട്ടകൾ എന്ത് ചെയ്യണം? ഉടയണം, അലിയണം. ദൈവം പറഞ്ഞു കഴിഞ്ഞു, കട്ട ഉടയ്ക്കണമെങ്കിൽ ഇതേ ഉള്ളു മാർഗം. നീ ചിറ്റിയെടുത്ത് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന്. അപ്പൊ പൗലൂസിനോട് പറയുകയാണ്, എൻ്റെ ശക്തി നിന്നെ കാണിക്കണം. പൗലൂസിനെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നിട്ടു. പൗലൂസ് ഈ കാര്യം ഓർത്തു. എന്തിനാണ്? ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താൻ പറ്റിയ സമയം. താൻ കാരാഗൃഹത്തിലാണ്, താൻ വേദനയിലാണ്, താൻ അപമാനത്തിലാണ്, താൻ നിന്ദയിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താൻ പറ്റിയ സമയം ഇതാണ്. മനസ്സിലായില്ലേ? നീ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, നീ വേദനയുടെ അവസ്ഥയിലാണെങ്കിൽ, നീ കണ്ണുനീരിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, ഇപ്പം നീ പാടിയാൽ, ഇപ്പം നീ പ്രാർത്ഥിച്ചാൽ, ഇപ്പം നീ കരഞ്ഞാൽ ദൈവ തേജസ് നിന്റെ മുമ്പിൽ വെളിപ്പെടും. നീ മടിപിടിച്ചിരിക്കരുത്. നിന്റെ നിന്ദകളെ മാറ്റാൻ ദൈവ തേജസ് വെളിപ്പെടും. നിന്റെ കണ്ണുനീര് മാറ്റാൻ ദൈവ തേജസ് വെളിപ്പെടും. നിന്റെ മുമ്പിലുള്ള സകല വാതിലുകളും സകല ചങ്ങലകള് അടിഞ്ഞു വീഴേണ്ടതിന് ദൈവ തേജസ് നിന്റെ മുമ്പിൽ വെളിപ്പെടും. നിന്റെ മുമ്പിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഓ ദൈവമഹത്വം, ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ കര, ദൈവസന്നിധിയിൽ കര, കണ്ണുനീരോടെ വിതയ്ക്ക. നിനക്ക് ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. നിനക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമഹത്വം. ഓ ഹല്ലേലൂയ, സ്തോത്രം. ജീവന്റെ ഭൗഷാനഭ. നീ മടിപിടിക്കരുത്. നീ ഇപ്പം കരഞ്ഞാൽ ദൈവ തേജസ് നിന്റെ മുമ്പിൽ വെളിപ്പെടാം. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ പൗലൂസ് പാടാൻ തുടങ്ങി, അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, പൗലൂസ് നിന്നയിലും അപമാനത്തിലും കഷ്ടതയിലും വേദനയിലും കിടക്കുമ്പോൾ പൗലൂസ് പാടുകയാണ്. സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ,
ദുഃഖം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പൗലൂസിന് ഈ നിന്ന ഒരു ദുഃഖമല്ല, അവൻ സന്തോഷമായി ഏറ്റെടുത്തു. കാരണം പത്രോസ് പറഞ്ഞു, ദൈവനാമത്തിൽ നിന്ന സഹിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു എന്ന്. അല്ലെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ദൈവനാമത്തിൻ്റെ നിന്നയാണെന്ന് നീ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരു നിന്റെ മുമ്പിൽ ചിലതിനെയെല്ലാം ദൈവം കുലുക്കാൻ പോകുക, ദൈവം കുലുക്കാൻ പോകുക, ചിലതിനെയെല്ലാം ദൈവം ഉടയ്ക്കാൻ പോകുക, നിന്റെ മുമ്പിലുള്ള വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക. ഓ റിഗബര ബൗഷാനബ അന്തല്ല കടക രീതര ബൗഡ രീബ ബാബ. ഈ സമയം നീ മിണ്ടാതിരിക്കരുത്. ഇത് നിന്നയെന്ന് പറഞ്ഞ്, അപമാനമെന്ന് പറഞ്ഞ്, കണ്ണുനീരെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കരുത്. നീനക്കൊന്ന് പ്രാർത്ഥിക്കാൻ, നീ ഒന്ന് പാടാൻ, ഇത് ദൈവം എനിക്ക് തന്ന സങ്കടമല്ല, സന്തോഷമെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഓർക്കാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, പൗലോസ് അപ്പോസ്തലൻ പാടി പ്രാർത്ഥിച്ചു. അവിടെ സംഭവിച്ച 3 കാര്യങ്ങൾ. അടിസ്ഥാനത്തിൻ്റെ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങിയെന്ന്. പ്രിയ ദൈവമക്കളെ, നിന്നെ ഇട്ടിരിക്കുന്ന, നീ പുറത്തോട്ടിറങ്ങരുതെന്ന് വെല്ലുവിളിക്കുന്ന ചില അടിസ്ഥാനങ്ങളുണ്ട്. ചില അടിസ്ഥാനങ്ങൾ ഇവൾക്ക് ഇതുവരെ പോകാവ്, ഇവൻ ഇതുവരെ പോകാവ്, ഇതിനപ്പുറം ഇവൻ ചലിക്കരുത്, ഇതിനപ്പുറം ഇവൻ പോകരുത്, ഇതിനപ്പുറമുള്ളൊരു വിടുതൽ ഇവൻ്റെ കുടുംബത്തിൽ നടക്കരുതെന്ന് പറഞ്ഞ് പിശാച് കെട്ടിയ, പിശാച് വെല്ലുവിളിച്ചിരിക്കുന്ന ചില അടിസ്ഥാനങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം അത് കുലുക്കാൻ പോകുക, അത് കുലുക്കാൻ പോകുക. ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഒരു തടവുകാരെയും, നിന്റെ കുടുംബത്തിലുള്ള ഒരു തടവുകാരെയും, ഒരു വ്യക്തികളെയും തടവിലാക്കാതെ വേണ്ട ദൈവം ഇന്ന് പകൽക്കാലം ചിലതിനെല്ലാം കുലുക്കാൻ പോകുക. ഓ രീഗവര ബൗഷാനവ, രീഗവര ബൗഡ രീവര ബൗഷാനവ അന്തല്ല കണ്ടക രീതര ബൗഷാനവ. രക്തത്താൽ ക്ഷയമെടുക്കുന്ന കർത്താവേ, വിടുതലിന്റെ കരം ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നോക്കണമേ, രണ്ടാമതവിടെ സംഭവിച്ചത് വാതിലുകൾ തുറന്നു. അല്ലേ സഹോദരൻ, ഇപ്പം കാരാഗ്രഹ പ്രമാണിയിലിരുന്ന വാതില് താക്കോൽ ആരുടെ കയ്യിൽ വന്നു? ആരുടെ കയ്യിൽ വന്നു? ഇവൻ പാടിയപ്പോൾ, ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയുടെ കയ്യിൽ വന്നു. കർത്താവ് പറഞ്ഞില്ലേ, താക്കോൽ എൻ്റെ കയ്യിലുണ്ടാകും. മക്കളെ, മക്കളെ, എൻ്റെ കയ്യിലടാ താക്കോലുള്ളത്. ഒന്നാമത്തെ താക്കോൽ എവിടെ കിടക്കണ്? ആ പോട്ടെ, 5 താക്കോലുണ്ട്. എവിടെയൊക്കെ കിടക്കണമെന്ന് കണ്ടുപിടിച്ചോ. എത്ര താക്കോല്? 5 താക്കോലുണ്ട്. എവിടെയൊക്കെ കിടക്കണമെന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞോ. ഒന്നാമത്തെ താക്കോല് പഴയ നിയമത്തിൽ യെശയ്യാ 22:22 ദാവീദിൻ്റെ താക്കോല്. നിൻ്റെ കുടുംബത്തിന് വിരോധമായിട്ട് ദാവീദിൻ്റെ അനുഗ്രഹം, നിനക്കൊരു ഭവനം തരാതെയും, ഹല്ലേലൂയ സ്തോത്രം, നിനക്കൊരു സ്വസ്ഥത തരാതെയും, നിന്നെ ആക്രമിക്കുന്ന സകല ശത്രുക്കളുടെ വാതിലുകളെ തുറക്കുന്ന ഒരു താക്കോൽ എൻ്റെ പക്കലുണ്ടടാ മക്കളെ, എൻ്റെ പക്കലുണ്ട് താക്കോല്. നിന്റെ ശത്രുക്കളെ കീഴടക്കുന്ന, നിനക്ക് സ്വസ്ഥത തരുന്ന, ഹല്ലേലൂയ, ഒരു താക്കോൽ എൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നീ ഓർത്ത് പ്രാർത്ഥിയര്. നിനക്കിതുവരെ ഭവനം തന്നിട്ടില്ല അല്ലേ? നിനക്കിതുവരെ നല്ല സ്വസ്ഥത കിട്ടിയിട്ടില്ല അല്ലേ? നിന്റെ ശത്രുക്കൾ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അല്ലേ? പക്ഷേ അതിനെ തുറന്ന് നിന്നെ പുറത്തെടുക്കുന്ന ഒരു താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഒരു താക്കോൽ എൻ്റെ പക്കലുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ മതി, നീ ആരാധിച്ചാൽ മതി, നീ ഉണർന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിടുതലിൻ്റെ ശുശ്രൂഷ നടക്കട്ടെ. വിടുതലിൻ്റെ കരം വ്യാപരിക്കട്ടെ. ദൈവമക്കളുടെ അനുഗ്രഹത്തിന് തടസ്സമായി ശത്രു കെട്ടിയിരിക്കുന്ന സകല വാതിലുകൾ ഇന്ന് പകൽക്കാലം തകർക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഏറ്റവും വിഷമം പിടിച്ചൊരു താക്കോല് വെളിപ്പാട് പുസ്തകത്തിലുള്ളതുണ്ട്. അഗാധകൂപത്തിൻ്റെ താക്കോല്. ഈ താക്കോലിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 9-ാം അധ്യായത്തിൽ പറയുന്ന അഗാധകൂപത്തിൻ്റെ താക്കോൽ, അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തു വരുന്നത് ദൈവത്തിന് അനുകൂലമായ ശക്തികളല്ല, ദൈവത്തിന് പ്രതികൂലമായി നിൽക്കുന്ന ദൈവമക്കളെ ഉപദ്രവിക്കുന്ന താക്കോല്. ആ ശക്തികൾ പുറത്തു വരും. ആ പുറത്തു വന്നാൽ അത് നമ്മെ വേദനിപ്പിക്കുക. അത് പുറത്തു വരാതെ വണ്ണം അടയ്ക്കുന്ന ഒരു താക്കോൽ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. ഇന്ന് വരെ നീ അനുഭവിച്ച വേദന മതി. ഇനി നിന്നെ വേദനിപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല. ഇനി നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല. ദൈവം ആ താക്കോൽ അടയ്ക്കാൻ പോകുക. ഓ, രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ, രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ. ഓ, ഹല്ലേലൂയ. നോക്ക്, 3 ചങ്ങലകൾ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞെന്ന അല്ല, പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും ചങ്ങലയല്ല. പിന്നെയോ ആ കാരാഗ്രഹത്തിൽ കിടന്ന എല്ലാവരുടെ ചങ്ങലകളും. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ള സകലരുടെയും ചങ്ങലകൾ. അല്ല, നീ ഒന്ന് ആരാധിച്ചാൽ, നീ ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ, നിന്റെ കുടുംബത്തിൽ ആരെയൊക്കെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നുവോ, നിന്റെ കുടുംബത്തിൽ ആരെയൊക്കെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്നു, അവരുടെ സകലരുടെയും ചങ്ങലകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വീഴുന്ന ഒരു സുദിനമാണിത്. ഒരു സുദിനമാണിത്. ഇന്ന് പകൽ